എല്ലാവർക്കും നമസ്കാരം. താലിസ്മാൻ IAS അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണൽ റിലേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് UN-ന്റെ ആരംഭം, എന്തൊക്കെയാണ് ഇതിന്റെ ഫങ്ഷൻസ്, എന്തൊക്കെയാണ് ഇതിന്റെ മെയിൻ ഓർഗൻസ്, അതിന്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഏതൊക്കെയാണ്. ഇത്രയാണ് നമ്മുടെ പാർട്ട് 1 എന്നുള്ള വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. പാർട്ട് 2-ൽ വേറെയും കുറച്ച് സ്പെഷ്യലൈസ്ഡ് ഏജൻസീസും അതിൻ്റെ കൺവെൻഷൻസും ഇത്രയാണ് നമ്മൾ പാർട്ട് 2-ൽ കവർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഇനി ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് UNOയുടെ ആരംഭം എങ്ങനെയാണ് എന്നാണ്. UN was formed after the World War II. Its aim is global peace. അതായത് ലോക സമാധാനമാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വരുന്നത് എന്ന് നോക്കാം. തീർച്ചയായിട്ടുമല്ല. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇനിയൊരു യുദ്ധം ഉണ്ടാവരുത്, ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാവരുത് എന്നുള്ള ആശയത്തോടു കൂടെ ആരംഭിച്ച ഒരു ഓർഗനൈസേഷനാണ് ലീഗ് ഓഫ് നേഷൻസ്. 1919 ട്രീറ്റി ഓഫ് വേഴ്സൈൽസിന് ശേഷമാണ് ഇത് ഉണ്ടാകുന്നത്. പക്ഷെ അത് ഒരു ഫെയിലിയർ ആയിരുന്നു. കാരണം ആ ഒരു ലോകരാജ്യങ്ങൾ അത്രയും ഒരു ഫാസിസ്റ്റ് രീതിയിൽ അല്ലെങ്കിൽ ഒരു കോളനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും തത്രപ്പെട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത്രയും ഒരു അഗ്രസീവ് ആയിട്ടാണ് ലോകരാജ്യങ്ങൾ പെരുമാറിയിരുന്നത്. കൂടാതെ USA ഇതിന്റെ ഭാഗമായിരുന്നില്ല. ജർമ്മനി അത്രയും അഗ്രസീവ് ആയിട്ടാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം റിയാക്ട് ചെയ്തത്. സോ ഇതുകൊണ്ടൊക്കെ ഈ ലീഗ് ഓഫ് നേഷൻസ് ഒരു പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതും. അപ്പോൾ ഈ ഒരു യുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും ഈ US-ഉം UK ഒക്കെ ഇങ്ങനെ ഒരു ആശയവുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അതാണ് അറ്റ്ലാന്റിക് ചാർട്ടർ. 1941 തന്നെ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും, അതായത് US-ന്റെ അന്നത്തെ പ്രസിഡന്റും UK-യുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിലും ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ കൊളാബറേഷൻ ഫോർ മെയിൻറ്റെയിനിങ് പീസ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളൊരു ആശയവുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അതാണ് നമ്മുടെ അറ്റ്ലാന്റിക് ചാർട്ടർ. ഇനി അതിനുശേഷം 1945 ആകുമ്പോഴേക്കും സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസ്, അതായത് USA കാലിഫോർണിയയിലുള്ള സാൻ ഫ്രാൻസിസ്കോ കോൺഫറൻസിൽ ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ വേൾഡ് പീസ് എന്നുള്ളൊരു ആശയം പൂർണ്ണമായും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അന്ന് 50 മെമ്പേഴ്സ് അത് എഗ്രി ചെയ്യുന്നു, 50 മെമ്പർ കൺട്രീസ്. ആ ഒരു കോൺഫറൻസ് നടക്കുന്നത് ജൂണിലാണ്. അതിനുശേഷം 24 ഒക്ടോബർ 1945 ഇത് ആരംഭിക്കുന്നു. ഇനി ഇതിന്റെ പർപ്പസും പ്രിൻസിപ്പിൾസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോഴത്തെ അംഗസംഖ്യ നോക്കുകയാണെങ്കിൽ 193 മെമ്പർഷിപ്പ് ഉണ്ട് UNOക്ക്. ഇതിന്റെ മെയിൻ പർപ്പസ് ഓഫ് UNO എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു പീസും സെക്യൂരിറ്റിയാണ്. ടു മെയിൻറ്റെയിൻ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ത്രൂ കളക്റ്റീവ് മെഷേഴ്സ് ഫോർ സപ്രഷൻ ഓഫ് അഗ്രഷൻ ആൻഡ് ത്രൂ പീസ്ഫുൾ സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്. അതായത് അഗ്രഷൻസ് എല്ലാം സപ്രസ് ചെയ്യുക, പീസ്ഫുൾ ആയിട്ട് എല്ലാ ഡിസ്പ്യൂട്ടുകളെയും സെറ്റിൽ ചെയ്യുക. രണ്ടാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു ഡെവലപ്പ് ഫ്രണ്ട്ലി റിലേഷൻസ് എമംഗ് കൺട്രീസ് ബേസ്ഡ് ഓൺ ഫുൾ റെസ്പെക്ട് ഫോർ ദ പ്രിൻസിപ്പിൾ ഓഫ് ഈക്വാലിറ്റി ആൻഡ് സെൽഫ് ഡിറ്റർമിനേഷൻ. മൂന്നാമത്തെ പർപ്പസ് ടു അച്ചീവ് ഇന്റർനാഷണൽ കോപ്പറേഷൻ ഇൻ എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫീൽഡ്. അതായത് ലോക സമാധാനം മാത്രമല്ല, അവരുദ്ദേശിക്കുന്ന എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫീൽഡിലുള്ള ഒരു കോപ്പറേഷൻ. അടുത്തത് ടു എൻകറേജ് റെസ്പെക്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഫ്രീഡം. അപ്പോൾ ഒരു പീസ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഒരു ആശയം മാത്രമല്ല, അതിൽ കൂടെ ഒരു എക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫീൽഡിലും കൂടിയിട്ടുള്ള ഒരു ഉന്നമനമാണ് ഉദ്ദേശിക്കുന്നത് UNO കൊണ്ട്. ജസ്റ്റ് നോട്ട് ഫോർ പീസ് ആൻഡ് സെക്യൂരിറ്റി, ഇറ്റ് ഈസ് ഫോർ ദ സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫീൽഡിലുള്ള കോപ്പറേഷനും ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ദ ഹ്യൂമൻ റൈറ്റ്സ് ഇതിൻ്റെ ഒരു എൻകറേജ്മെന്റും. ഇത്രയാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. ഇനി ഇതിൻ്റെ മെയിൻ ഓർഗൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. UNOയ്ക്ക് മെയിൻ ആയിട്ട് 6 പ്രിൻസിപ്പൽ ഓർഗൻസ് ആണ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് 5 ഓർഗൻസേ ഉള്ളൂ. ഏതൊക്കെയാണ് ഓർഗൻസ് എന്ന് നോക്കാം. ഒന്ന് ജനറൽ അസംബ്ലി, ഇതാണ് ഇതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള
part, General Assembly. Second one is Security Council. Third one, Economics and Social Council. Fourth one, Trusteeship Council. Fifth one, International Court of Justice. Sixth one, Secretariat. ഇതിലെ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ എന്നുള്ളത് 1994 സസ്പെൻഡ് ചെയ്തു. കാരണം അതിൻ്റെ ഈ ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ് സ്വാതന്ത്ര്യം കിട്ടാത്ത രാജ്യങ്ങളുടെ ആ ഒരു മേൽനോട്ടം നടത്തിയിട്ടുണ്ടായിരുന്നു. പലാവു എന്നുള്ള കൺട്രിക്ക് കൂടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അതിൻ്റെ റോള് അവസാനിച്ചു. കാരണം ആ ഒരു സ്വാതന്ത്ര്യം കിട്ടാത്ത കൺട്രീസിൻ്റെ മേൽനോട്ടമായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിനും കൂടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അവരുടെ ജോലി അവസാനിച്ചു. സോ അത് ഇപ്പോൾ സസ്പെൻഡഡ് ആണ്. General Assembly. General Assembly is the main deliberative, policy making and representative organ of UN. All the 193 members have representation in it, and each member have equal voting power. That is, each member have one vote. Decision on important questions, those on peace, security, admission of new members and budgetary matters require 2/3 majority in General Assembly, and other matters simple majority. ഈ ജനറൽ അസംബ്ലി ആണ് മെയിൻ ആയിട്ടുള്ള എലക്ഷൻസ് എല്ലാം നടത്തുന്നത്. എലക്ട് ദ നോൺ പെർമനന്റ് മെമ്പേഴ്സ് ഓഫ് UNSC, ഓൾ ദ മെമ്പേഴ്സ് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, UN സെക്രട്ടറി ജനറൽ ഫോളോയിങ് ഹിസ് ഓർ ഹെർ പ്രൊപ്പോസൽ ബൈ ദ UN സെക്യൂരിറ്റി കൗൺസിൽ, ആൻഡ് ദ 15 ജഡ്ജസ് ഫോർ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അതായത് ഭൂരിഭാഗം എല്ലാ മെയിൻ പോസ്റ്റുകളിലേക്കുള്ള എലക്ഷൻ നടക്കുന്നത് ജനറൽ അസംബ്ലിയിലാണ്. അടുത്താണ് UN സെക്യൂരിറ്റി കൗൺസിൽ. Under the UN Charter, its primary responsibility is the maintenance of international peace and security. അതായത് UN ചാർട്ടറിന്റെ മെയിൻ ആയിട്ടുള്ള പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഈസ് ദ മെയിൻ്റനൻസ് ഓഫ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ആണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള സെക്യൂരിറ്റി കൗൺസിലിന്റെ ഫംഗ്ഷൻ. ഇറ്റ് ഹാസ് 15 members, 5 permanent members and 10 non-permanent members. 5 permanent members എന്ന് പറഞ്ഞാൽ അവർക്ക് വീറ്റോ പവർ ഉണ്ട്. ദേ ആർ ചൈന, ഫ്രാൻസ്, റഷ്യ, UK ആൻഡ് USA. 10 നോൺ പെർമനന്റ് മെമ്പേഴ്സിനെ 2-year ടേമിലേക്ക് സെലക്ട് ചെയ്യുന്നതാണ് ഫ്രം ജനറൽ അസംബ്ലി. അത് ഓരോ റീജിയൻ ബേസ്ഡ് ആയിട്ടാണ്. ഓരോ റീജിയനിൽ നിന്നും 2 members എന്നുള്ള രീതിയിലാണ് അത് സെലക്ട് ചെയ്യുന്നത്. സെക്യൂരിറ്റി കൗൺസിൽ ക്യാൻ റിസോർട്ട് ടു imposing sanctions on even authorize the use of force to maintain or restore the international peace and security. സെക്യൂരിറ്റി കൗൺസിലിന് വേണമെങ്കിൽ സാങ്ഷൻസ് കൊടുക്കാൻ പറ്റും. അതായത് ഉപരോധങ്ങൾ ഓരോ രാജ്യങ്ങളുടെ മേലെ ഏർപ്പെടുത്താൻ സാധിക്കും, അല്ലെങ്കിൽ ഫോഴ്സിന് വേണമെങ്കിൽ അയക്കാം, അതായത് പീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്താണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കോപ്പറേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് കൺസേണിംഗ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവിറോൺമെന്റൽ മാറ്റേഴ്സ്. പേര് സൂചിപ്പിക്കുന്ന പോലെ എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവിറോൺമെന്റൽ മാറ്റേഴ്സിലെ മെയിൻ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ്. ഇന്റർനാഷണലി അഗ്രീഡ് ഡെവലപ്മെന്റൽ ഗോൾസിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ്. ഇറ്റ് കോർഡിനേറ്റ് കോപ്പറേഷൻ ബിറ്റ്വീൻ ന്യൂമറസ് സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ഓഫ് UN. യുഎൻ്റെ ഒരുപാട് ഏജൻസികൾ, സ്പെഷ്യലൈസ്ഡ് ഏജൻസികളെ കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് UN എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ്. അതിന് 54 മെമ്പേഴ്സാണ് ഉള്ളത്. UN ജനറൽ അസംബ്ലി ആണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത്. അതായത് ജനറൽ അസംബ്ലി എന്നുള്ള മെമ്പേഴ്സിനെയാണ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലേക്ക് സെലക്ട് ചെയ്യുന്നത് 3-year ടേമിലേക്ക്. ഇറ്റ് ഈസ് എ യുണൈറ്റഡ് നേഷൻസ് സെൻട്രൽ പ്ലാറ്റ്ഫോം ഫോർ റിഫ്ലക്ഷൻ, ഡിബേറ്റ് ആൻഡ് ഇന്നോവേറ്റീവ് തിങ്കിങ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അടുത്താണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ. It was formed in 1945 to provide international supervision for 11 trust territories that had been placed under the administration of 7 member states, and ensure that adequate steps were taken to prepare territories for self-government and independence. അതായത് 11 ഇങ്ങനത്തെ ട്രസ്റ്റ് ടെറിട്ടറീസ് ഉണ്ടായിരുന്നു. അതായത് 7 മെമ്പർ സ്റ്റേറ്റിന്റെ കോളണികളായിട്ടുള്ള 11 ടെറിട്ടറീൻ്റെ സൂപ്പർവിഷനാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. കൂടാതെ സൂപ്പർവിഷന്റെ കൂടെ തന്നെ അവിടെ എല്ലാം സെൽഫ് ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുന്നുണ്ട് എന്ന് കൂടെ ഉറപ്പുവരുത്തണം. ഇതാണ് ട്രസ്റ്റിഷിപ്പ് കൗൺസിലിന്റെ ഉത്തരവാദിത്തമായിരുന്നത്.
പതുക്കെ 1945 ശേഷം ഓരോ രാജ്യങ്ങൾക്കായി സെൽഫ് ഗവൺമെന്റ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1994 പലാവു ആയിരുന്നു ലാസ്റ്റത്തെ ടെറിട്ടറി, അതിനും സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇവരുടെ ഫംഗ്ഷൻ അവസാനിച്ചു. അപ്പൊ അവര് സസ്പെൻഡഡ് ആണിപ്പോ. അടുത്താണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഈസ് ദ പ്രിൻസിപ്പൽ ജുഡീഷ്യൽ ഓർഗൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ്. ഇറ്റ്സ് സീറ്റ് ഈസ് അറ്റ് ദ പീസ് പാലസ് ഇൻ ഹേഗ്. ഹേഗിലാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇറ്റ് ഡിസൈഡ്സ് ദ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ദാറ്റ് റെക്കഗ്നൈസ് ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ. അതായത് ഇതിന്റെ അധികാരം അംഗീകരിക്കുന്ന കൺട്രീസ് തമ്മിലുള്ള എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആണ് തീരുമാനം എടുക്കുന്നത്. ഇത് ലീഗൽ ഒപ്പീനിയനും കൊടുക്കും. അതായത് കൺട്രീസിന് എന്തെങ്കിലും ലീഗൽ ഒപ്പീനിയൻ ആവശ്യമുണ്ടെങ്കിൽ അതും ഇവർ കൊടുക്കുന്നുണ്ട്. ആൻഡ് റെൻഡേഴ്സ് ജഡ്ജ്മെന്റ് ബൈ റിലേറ്റീവ് മെജോറിറ്റി. അതായത് ഇവിടെ 15 ജഡ്ജസ് ആണുള്ളത്. ജനറൽ അസംബ്ലിയിൽ നിന്ന് തന്നെയാണ് ഇവിടെയും സെലക്ട് ചെയ്യുന്നത്. 15 ജഡ്ജിന്റെ ആ മെജോറിറ്റി തീരുമാനമാണ് ഇവരെടുക്കുന്നത്. ഇവിടുത്തെ 9 ഇയർ ആണ് ഓരോ ജഡ്ജിന്റെയും കാലാവധി. അടുത്താണ് സെക്രട്ടേറിയറ്റ്. UN Secretariat comprises the Secretary Generalum International UN Staff Members. ഇതാണ് യുഎന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാവരും മാനേജ് ചെയ്യുന്നത്. മാൻഡേറ്റഡ് ബൈ ദ ജനറൽ അസംബ്ലി ആൻഡ് ഓർഗനൈസേഷൻ അതർ പ്രിൻസിപ്പൽ ബോഡീസ്. അതായത് ജനറൽ അസംബ്ലി തൊട്ട് ബാക്കി എല്ലാ പ്രിൻസിപ്പൽ ബോഡീസിന്റെയും മെയിൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് ആണ്. അതിനൊരു സെക്രട്ടറി ജനറലും ഉണ്ടാവും, ഇന്റർനാഷണൽ UN സ്റ്റാഫ് മെമ്പേഴ്സും ഉണ്ടാവും. ആൻഡ് ഇറ്റ് സപ്പോർട്ട്സ് ദ അതർ UN ബോഡീസ് അഡ്മിനിസ്ട്രേറ്റീവ്ലി. ഫോർ എക്സാമ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ഓഫ് കോൺഫറൻസ്, റൈറ്റിംഗ് ഓഫ്, അതായത് എന്തെങ്കിലും കോൺഫറൻസും ഇതൊക്കെ നടക്കുമ്പോൾ റൈറ്റിംഗ് ഓഫ് റിപ്പോർട്ട്സ് ആൻഡ് സ്റ്റഡീസ്, ദ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റ്, ഇതെല്ലാം തയ്യാറാക്കുന്നത് സെക്രട്ടേറിയറ്റ് ആണ്. It's a chairperson, that is UN Secretary General is elected by the General Assembly for 5 years mandate and it is the UN foremost representative. അതായത് UN സെക്രട്ടറി ജനറലിനെ എലക്ട് ചെയ്യുന്നത് ജനറൽ അസംബ്ലി ആണ് 5 ഇയർ മാൻഡേറ്റിലേക്ക്. ഇനി അടുത്താണ് യുഎന്റെ കുറച്ച് സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ്. ആദ്യം നമുക്ക് നോക്കാം ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് റോമിലാണ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ, ഫുഡ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ഹങ്കറിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് FAO ആരംഭിച്ചിട്ടുള്ളത്. ഇറ്റ് വാസ് founded with a goal to provide food security for everyone and assure that people will have access to high quality food in sufficient quantity to achieve healthy lifestyle. അതായത് എല്ലാവർക്കും സഫീഷ്യന്റ് ക്വാണ്ടിറ്റിയിലുള്ള നല്ല ഫുഡ്, നല്ല ലൈഫ് സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള ഫുഡ് കിട്ടുക എന്നുള്ളതാണ്, എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. 197 മെമ്പർ കൺട്രീസ് ആണുള്ളത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഇതിന്റെ മെമ്പേഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്നു. FAO helps governments and development agencies coordinate their activities which are targeted to develop and improve agriculture, fisheries, forestry and other water and land resources. അതായത് FAO ഹെൽപ്പ് ചെയ്യുന്നു ഗവൺമെന്റിനെയും ബാക്കി ഡെവലപ്മെന്റൽ ഏജൻസീസിനെയും കോർഡിനേറ്റ് ദെയർ ആക്ടിവിറ്റീസ്, അവരുടെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യാൻ. എന്തിനൊക്കെ വേണ്ടത്? ടു ഡെവലപ്പ് ആൻഡ് ഇംപ്രൂവ് അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, വാട്ടർ ആൻഡ് ലാൻഡ് റിസോഴ്സ്, ഇതെല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് FAO ഹെൽപ്പ് ചെയ്യുന്നു. Not only that, they conduct research, training, providing technical assistance to various projects related to improving agricultural output and development. FAO publishes number of reports. ഒരുപാട് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് റിപ്പോർട്ട്സ് എല്ലാം FAO പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് FAOനെ പറ്റി അറിയേണ്ടത്. ഡിഫീറ്റ് ഹങ്കർ ആണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ടെക്നിക്കലിയും നോൺ ടെക്നിക്കലി ആയിട്ടുള്ള ഒരുപാട് സപ്പോർട്ടുകൾ ഗവൺമെന്റുകൾക്കും ബാക്കി ഡെവലപ്മെന്റൽ ഏജൻസീസിനും ചെയ്യുന്നുണ്ട്. അടുത്താണ് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മോൺട്രിയലിലാണ്, കാനഡ. അണ്ടർ ചിക്കാഗോ കൺവെൻഷൻ ആണ് ICAO എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 1944 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ 193 മെമ്പേഴ്സ് ആണുള്ളത്. ഇന്ത്യയും അതിന്റെ മെമ്പറാണ്.
ICAO laid the foundation for standards and procedures for peaceful global air navigation. അതായത് ലോകത്തുള്ള ഈ എയർ നാവിഗേഷൻ പീസ്ഫുള്ളി നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സും പ്രൊസീജിയേഴ്സും എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ICAO ആണ്. It sets standards and regulation necessary for aviation safety, security and efficiency as well as for aviation related environmental protection. ഇത് എയർ ട്രാഫിക്കിൻ്റെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും എഫിഷ്യൻസിയും മാത്രമല്ല, അത് കാരണം ഉണ്ടാകുന്ന എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷനും, അതായത് അതിൽ നിന്നുണ്ടാകുന്ന എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസിൻ്റെ പ്രൊട്ടക്ഷനും കൂടെ ഇവരുടെ കടമയാണ്. Recently, ICAO introduced a scheme to measure the carbon emission called CORSIA, Carbon Offsetting and Reporting Scheme for International Aviation. അടുത്താണ് ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്. ഹെഡ് ക്വാർട്ടേഴ്സ് റോമാണ്, ഇറ്റലിയിലെ. ഇറ്റ്സ് എ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്കിംഗ് ഇൻ ദ ഫീൽഡ് ഓഫ് പോവർട്ടി ഇറാഡിക്കേഷൻ ഇൻ റൂറൽ ഏരിയാസ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസിലെ റൂറൽ ഏരിയാസിലെ പോവർട്ടി എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്. It engaged in providing grants and loans with low interest rate for allied projects. ഇതൊരു ഫിനാൻഷ്യൽ, അതായത് ഫണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഫണ്ട് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത് എന്തായിരിക്കും? ലോൺ കൊടുക്കലാണ്. സോ ഗ്രാൻറ്റും ലോൺ എല്ലാം കൊടുക്കുകയാണ് ചെയ്യുന്നത് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ. 177 മെമ്പേഴ്സ് ആണുള്ളത്. ഇറ്റ് വർക്ക് വിത്ത് മാർജിനലൈസ്ഡ് ആൻഡ് വൾണറബിൾ ഗ്രൂപ്പ് സച്ച് ആസ് ഫാമേഴ്സ് വിത്ത് സ്മോൾ ഹോൾഡിംഗ്. അതായത് ഡെവലപ്പിംഗ് കൺട്രീസിലെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൻസിന് വേണ്ടിയിട്ട് വൾണറബിൾ ഗ്രൂപ്പുകൾ, ഫാർമേഴ്സ്, സ്മോൾ ഹോൾഡിംഗ് ഉള്ള ലാൻഡ് ഉള്ള ഫാർമേഴ്സ്, പാസ്ട്രോളിസ്റ്റ്, ഫിഷർമാൻ, സ്മോൾ സ്കെയിൽ എൻ്റർപ്രണേഴ്സ്, ഇവരെ എല്ലാം സഹായിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. ടെക്നോളജി ട്രാൻസ്ഫർ, സോഷ്യൽ ലേണിംഗ്, വെതർ ഇൻഫർമേഷൻ. ഇനി ഇന്ത്യയിൽ ഇതിൻ്റെ നോഡൽ ഏജൻസി എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ്. ഫിനാൻസ് മിനിസ്ട്രീൻ്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ്. അടുത്താണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ജനീവ, സ്വിറ്റ്സർലാൻഡ് ആണ്. ILO പ്രൊമോട്ട്സ് ഇന്റർനാഷണൽ ലേബർ റൈറ്റ്സ് പ്രൊമോട്ട് ചെയ്യുന്നത് ILO ആണ്. ബൈ ഫോർമുലേറ്റിംഗ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് on the freedom to associate, collective bargaining, the abolition of forced labor and equality of opportunity and treatment. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്നുള്ളത് പ്രൊമോട്ട്സ് ഇന്റർനാഷണൽ ലേബർ റൈറ്റ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഘടനയാണ്. അതിനുവേണ്ടി അവർ ചെയ്യുന്ന എന്തൊക്കെയാണ്? ഫോർമുലേറ്റിംഗ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓൺ ഫ്രീഡം ടു അസോസിയേറ്റ്, collective bargaining, abolition of forced labor and equality of opportunity and treatment. 1969 the organization received the Nobel Peace Prize for improving peace among classes, pursuing decent work, justice for workers and providing technical assistance to other developing nations. International Labour Organization is a meeting point for governments, workers and അതൊരു ട്രൈപാർട്ടി അസോസിയേഷൻ ആണ്. അതായത് ഗവൺമെൻറ്റും ഉണ്ട്, വർക്കറും ഉണ്ട്, എംപ്ലോയറും ഉണ്ട്. ILO member states to set up labor standards, improve upon policies and create programs that promote decent work for people. 183 members ആണ് ഉള്ളത്. അടുത്ത ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC ആണ്, USA. It works to foster global monetary cooperation, secure financial stability, facilitate international trade, promote high employment and sustainable economic growth and reduce poverty around the world. 189 മെമ്പേഴ്സ് ആണുള്ളത്. ഇതിന് 3 ഫങ്ഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് റെഗുലേറ്ററി ഫങ്ഷൻ, ദെൻ ഫിനാൻഷ്യൽ ഫങ്ഷൻ ആൻഡ് കൺസൾട്ടേറ്റീവ് ഫങ്ഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്നുള്ളത് ഗ്ലോബൽ മോണിറ്ററി കോപ്പറേഷൻ, സെക്യൂർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫെസിലിറ്റേറ്റ് ഇന്റർനാഷണൽ ട്രേഡ്. അപ്പോൾ റെഗുലേറ്ററി ഫംഗ്ഷനിൽ വരുന്നത് ഇറ്റ് ഫോക്കസസ് ഓൺ അഡ്മിനിസ്റ്ററിംഗ് എ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ എക്സ്ചേഞ്ച് റേറ്റ് പോളിസീസ് ആൻഡ് റിസ്ട്രിക്ഷൻ ഓൺ പേയ്മെന്റ് ഫോർ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ. ഇറ്റ് ഫോക്കസസ് ഓൺ അഡ്മിനിസ്റ്ററിംഗ് ദ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ എക്സ്ചേഞ്ച് റേറ്റ് പോളിസീസ് ആൻഡ് റിസ്ട്രിക്ഷൻ ഓൺ പേയ്മെന്റ് ഫോർ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ.
റെഗുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അഡ്മിനിസ്ട്രേറ്റിംഗ് എ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ എക്സ്ചേഞ്ച് റേറ്റ് പോളിസീസ് ആൻഡ് റെസ്ട്രിക്ഷൻ ഓൺ പേയ്മെന്റ് ഫോർ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ. Then financial function വരുന്നത് it provides financial support and resources to the member countries to meet short term and medium term balance of payment disequilibrium. അടുത്താണ് consultative function. IMF is a center for international cooperation for the member countries. It also acts as a source of counsel and technical assistance. മെമ്പർ കൺട്രീസിന് ഒരു Center for International Cooperation for Member Countries. It also acts as a source of counsel and technical assistance. അതായത് മെമ്പർ കൺട്രീസിന് ടെക്നിക്കൽ അസിസ്റ്റൻസോ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ ഇവരെ സമീപിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. ഇറ്റ്സ് എ UN ഏജൻസി ഫോർ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്. Its mission is to connect all the people in the world and also to protect and support the right of the people to communicate. അതാണ് UN-ന്റെ ഒരു ഏജൻസിയാണ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. Its mission is to connect all the people in the world and also to protect and support the right of the people to communicate. അതായത് ലോകത്തിലെ മൊത്തം ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏജൻസിയാണ്. ഇതിൻ്റെ മിഷൻ എന്ന് വെച്ചാൽ കണക്ട് ഓൾ ദ പീപ്പിൾ ഇൻ ദ വേൾഡ്, ലോകത്തിലെ എല്ലാ ആൾക്കാരെയും കണക്ട് ചെയ്യുക, ആൻഡ് പ്രൊട്ടക്ട് ദ ആൻഡ് സപ്പോർട്ട് ദ റൈറ്റ് ഓഫ് ദ പീപ്പിൾ ടു കമ്മ്യൂണിക്കേറ്റ്. 193 മെമ്പേഴ്സ് ആണുള്ളത്. മേജർ ഫങ്ഷൻസ് ഓഫ് ITU ക്യാൻ ബി ലിസ്റ്റഡ്. Allocate radio spectrum, allocation of satellite orbit, and develop technical standards for the network for them to function seamlessly, and strives to provide access to ICT to undeserved communities worldwide. ITU also brings out several reports related to telecommunication. ഇവരാണ് റേഡിയോ സ്പെക്ട്രം, സാറ്റലൈറ്റ് ഓർബിറ്റ് ഇതെല്ലാം അലോക്കേറ്റ് ചെയ്യുന്നത്. കൂടാതെ ഇവർ ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ദ നെറ്റ്വർക്ക് ഫോർ ദം ടു ഫങ്ഷൻ സീംലെസ്ലി, സ്ട്രൈവ്സ് ടു പ്രൊവൈഡ് ആക്സസ് ടു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ടു അൺഡിസേർവ്ഡ് കമ്മ്യൂണിറ്റീസ് വേൾഡ് വൈഡ്. അടുത്താണ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ. ഹെഡ് ക്വാർട്ടേഴ്സ് ബേൺ, സ്വിറ്റ്സർലൻഡ് ആണ്. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ ബോഡി ഫോർ ഓവർലുക്കിംഗ് ദ റെഗുലേഷൻ ഓഫ് പോസ്റ്റൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ. അതായത് ഡിഫറെൻറ്റ് കൺട്രീസ് തമ്മിലുള്ള പോസ്റ്റൽ ഐറ്റംസിൻ്റെ എക്സ്ചേഞ്ച് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ ആരംഭിച്ചിട്ടുള്ളത്. 192 മെമ്പേഴ്സ് ആണുള്ളത്. ഇറ്റ് ഫ്രെയിംസ് ദ റൂൾസ് ഫോർ ഇന്റർനാഷണൽ മെയിൽ എക്സ്ചേഞ്ച് ആൻഡ് ഫിക്സസ് ദ റേറ്റ് ഫോർ ഇന്റർനാഷണൽ പോസ്റ്റൽ സർവീസ്. ഇന്റർനാഷണൽ പോസ്റ്റൽ സർവീസിന്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നവരാണ്, ആ റൂൾസ് ഫിക്സ് ചെയ്യുന്നത്, മെയിൽ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള റൂൾസ് ഫിക്സ് ചെയ്യുന്നവരാണ്. ഇറ്റ് ഹെൽപ്സ് ടു എൻഷുർ എ ട്രൂലി യൂണിവേഴ്സൽ നെറ്റ്വർക്ക് ഓഫ് അപ് ടു ഡേറ്റ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. Universal Postal Union provides recommendations for growth in mail, parcel and financial services and to improve the customer quality of service improve ചെയ്യുക എന്നുള്ളതാണ്. Recent update in unilateral decision, Pakistan has stopped the recent update ആയിട്ട് ഇതിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ റീസെൻ്റ്ലി യൂണിലാറ്ററലി തീരുമാനിച്ചു നമ്മുടെ ഇന്ത്യയിലേക്കുള്ള പോസ്റ്റൽ മെയിൽസ് എല്ലാം അവർ സ്റ്റോപ്പ് ചെയ്തു. എക്സ്ചേഞ്ച് ഓഫ് പോസ്റ്റൽ മെയിൽസ് വിത്ത് ഇന്ത്യക്ക് ഒരു പ്രയർ നോട്ടീസ് തരാതെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് റെഗുലേറ്റ് ചെയ്യുന്നത് ആണ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ചുമതല. അടുത്താണ് യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷൻ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ യുനെസ്കോ. പാരീസ് ആണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇറ്റ് വർക്ക്സ് ഫോർ വേൾഡ് പീസ് ത്രൂ ഗ്ലോബൽ കോപ്പറേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ, കൾച്ചർ ആൻഡ് സയൻസ്. ഈ 3 ഫീൽഡിലുള്ള കോപ്പറേഷൻ കൊണ്ട് ലോക സമാധാനം എത്തിക്കുക എന്നുള്ളതാണ് യുനെസ്കോന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഇറ്റ് സ്ട്രൈവ്സ് ടു അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്യാനും ഇത് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ US, ഇസ്രയേൽ, ലീച്ചിസ്റ്റൻ ഇവരെല്ലാവരും UN-ന്റെ മെമ്പേഴ്സാണ്. പക്ഷേ ഇവരാരും തന്നെ യുനെസ്കോന്റെ മെമ്പേഴ്സ് അല്ല. ഇപ്പോൾ 193 മെമ്പേഴ്സ് ഉണ്ട്. ഇറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ്, അതായത് യുനെസ്കോ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളത് വേൾഡ് ഹെറിറ്റേജ് മിഷൻ, അതായത്
കൺട്രീസിനെ അവരുടെ നാച്ചുറൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മിഷൻ. പിന്നെ മെൻ ആൻഡ് ബയോസ്ഫിയർ പ്രോഗ്രാം, അവിടെ ബയോസ്ഫിയർ റിസർവ്സിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള പ്രോഗ്രാം. ഇറ്റ് പബ്ലിഷസ് ദ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മോണിറ്ററിംഗ് റിപ്പോർട്ട് ആൻഡ് ജെൻഡർ പാരിറ്റി ഇൻഡെക്സ്. ഇത് രണ്ടും പബ്ലിഷ് ചെയ്യുന്നത് യുനെസ്കോ ആണ്. അടുത്താണ് യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. UNIDO promotes industrial development for poverty reduction. അതായത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് വഴി പോവർട്ടി റെഡ്യൂസ് ചെയ്യുക, ഇൻക്ലൂസിങ് ഗ്ലോബലൈസേഷൻ ആൻഡ് എൻവിറോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി. ഇതെല്ലാമാണ് UNIDOന്റെ മെയിൻ ഫങ്ഷൻസ്. എയിം ഇസ് ടു പ്രൊമോട്ട് ആൻഡ് ആക്സിലറേറ്റ് ഇൻക്ലൂസീവ് സസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഇൻ മെമ്പർ സ്റ്റേറ്റ്. അതായത് ഇൻക്ലൂസീവ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓരോ മെമ്പർ കൺട്രീസിലും എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഫങ്ഷൻ. 170 മെമ്പേഴ്സ് ആണുള്ളത്. ദ ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്, DPIIT അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി പ്രൊമോഷൻ ആയിരുന്നു ഇവിടുത്തെ നോഡൽ ഏജൻസി. UNIDO ആൻഡ് National Institute of Solar Energy initiated a skill development program that would benefit the solar thermal energy sector on different levels. അതായത് ഇന്ത്യയിലെ UNIDOയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജിയും കൂടെ ഒരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതുവഴി സോളാർ തെർമൽ എനർജി സെക്ടറിന് നല്ല ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അടുത്താണ് വേൾഡ് ബാങ്ക്. ഹെഡ് ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC ആണ്. വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിലെ ലാർജസ്റ്റ് സോഴ്സ് ഓഫ് ഫണ്ടിങ് ആൻഡ് നോളജ് ഫോർ ഡെവലപ്പിംഗ് നേഷൻസ് ആണ്. 5 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പിലുള്ളത്. അവരുടെ കമ്മിറ്റ്മെന്റ് ഈസ് ടു ഡിക്രീസ് ദ പോവർട്ടി ആൻഡ് എൻഹാൻസ് ഷെയർഡ് പ്രോസ്പെരിറ്റി ആൻഡ് ബൂസ്റ്റിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. പോവർട്ടി കുറയ്ക്കുക, പ്രോസ്പെരിറ്റി കൂട്ടുക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബൂസ്റ്റ് ചെയ്യുക. 189 മെമ്പേഴ്സ് ആണുള്ളത്. 5 ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ വേൾഡ് ബാങ്ക് ആർ IBRD, International Bank for Reconstruction and Development and International Development Association. ഇനി ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ആൻഡ് മൾട്ടിലാറ്ററൽ ഗ്യാരണ്ടി ഏജൻസി. ഈ 4 എണ്ണത്തിലും ഇന്ത്യ മെമ്പറാണ്. 5ാമത്തെ ഓർഗൻ ആയിട്ടുള്ള ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ടിൽ ഇന്ത്യ ഈസ് നോട്ട് എ മെമ്പർ. ICSIDയിൽ ഇന്ത്യ ഈസ് നോട്ട് എ മെമ്പർ. ഇതിൽ IFC എന്നുള്ളത് പ്രൈവറ്റ് സെക്ടറിനും കൂടെ ഫണ്ടിങ് കൊടുക്കുന്നതാണ്. IBRD ആൻഡ് IDA ഗവൺമെന്റ് സെക്ടറിനും. അടുത്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും ജനീവ സ്വിറ്റ്സർലാൻഡ് ആണ്. 194 മെമ്പേഴ്സ് ആണുള്ളത്. ഇനി ഇതിൻ്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ ലോകത്തിലെ ഹെൽത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിലെല്ലാം കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് WHO ഉത്തരവാദിത്തം. WHO പ്രൊവൈഡ്സ് ലീഡർഷിപ്പ് ഇൻ ഗ്ലോബൽ ഹെൽത്ത് മാറ്റേഴ്സ്, ഷേപ്പിംഗ് ദ ഹെൽത്ത് റിസർച്ച് അജണ്ട, സെറ്റിംഗ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ആർട്ടിക്കുലേറ്റിംഗ് എവിഡൻസ് ബേസ്ഡ് പോളിസി ഓപ്ഷൻസ്, providing technical support to countries and monitoring and assessing the health trend. ഇവിടെ നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ അണ്ടറിൽ പറഞ്ഞു കഴിഞ്ഞു. ലീഡർഷിപ്പ് ഓൺ ഗ്ലോബൽ ഹെൽത്ത് മാറ്റേഴ്സ്, ഷേപ്പിംഗ് ദ ഹെൽത്ത് റിസർച്ച് അജണ്ട, സെറ്റിംഗ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നോംസും സ്റ്റാൻഡേർഡ്സും എല്ലാം സെറ്റ് ചെയ്യുന്നത് WHO ആണ്. ആർട്ടിക്കുലേറ്റിംഗ് ദ എവിഡൻസ് ബേസ്ഡ് പോളിസി ഓപ്ഷൻസ്, പ്രൊവൈഡിങ് ടെക്നിക്കൽ സപ്പോർട്ട് ടു കൺട്രീസ് ആൻഡ് മോണിറ്ററിംഗ് ആൻഡ് അസസിങ് ഹെൽത്ത് ട്രെൻഡ്. അതായത് ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുക, മോണിറ്റർ ചെയ്യുക, അസസിങ് ഹെൽത്ത് ട്രെൻഡ്. ടു ആക്ട് ആസ് എ ഡയറക്റ്റിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ് അതോറിറ്റി ഇൻ ഇന്റർനാഷണൽ ഹെൽത്ത് വർക്ക്, അസിസ്റ്റിംഗ് ഗവൺമെന്റ്സ് അപ്പോൺ റിക്വസ്റ്റ് ഇൻ സ്ട്രെങ്തനിങ് ദെയർ ഹെൽത്ത് സർവീസ്. ഗവൺമെന്റുകൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹെൽത്ത് സർവീസിൽ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഗിവിംഗ് അപ്രോപ്രിയേറ്റ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ഇൻ കേസ് ഓഫ് എമർജൻസീസ്, റിക്വയർഡ് എയ്ഡ് അപ്പോൺ റിക്വസ്റ്റ് ഓർ ആക്സെപ്റ്റൻസ് ഓഫ് ഗവൺമെന്റ്സ്. അടുത്താണ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ, WIPO. ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ സ്വിറ്റ്സർലാൻഡ് ആണ്. പ്രൊമോഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ടു റെൻഡർ ലീഗൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീൻ്റെ ആ ഒരു ഫീൽഡിൽ ലീഗൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കർത്തവ്യം. ടു കണ്ടക്ട് റിസർച്ച് ആൻഡ് പബ്ലിഷ് ഇറ്റ്സ് റിസൾട്ട് ആസ് വെൽ ആസ് ടു കളക്ട് ആൻഡ് സർക്കുലേറ്റ് ഇൻഫർമേഷൻ. 192 മെമ്പർ കൺട്രീസ് ആണുള്ളത്. ദ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് ഈസ് എ ഗ്ലോബൽ റാങ്കിങ് ഫോർ കൺട്രീസ് ഫോർ സക്സസ് ഇൻ കപ്പാസിറ്റി ഫോർ ഇന്നൊവേഷൻ. ഇറ്റ്സ് എ പബ്ലിക്കേഷൻ ഓഫ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. അതായത് വേൾഡ് ഇന്നൊവേഷൻ ഇൻഡെക്സ് എന്നുള്ളത് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ്റെ ഒരു റിപ്പോർട്ടാണ്. അതുപോലെ
മരക്കേഷ് ട്രീറ്റി ഓഫ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. ഇവിടെ പറയുന്നത് എന്താണെങ്കിൽ ഇറ്റ് ഈസ് ടു ഫെസിലിറ്റേറ്റ് ആക്സസ് ടു പബ്ലിഷ്ഡ് വർക്ക് ഫോർ പേഴ്സൺസ് ഹു ആർ ബ്ലൈൻഡ്, വിഷ്വലി ഇംപെയർഡ് ആൻഡ് പ്രിന്റഡ് ഡിസേബിൾഡ്. അതായത് കാഴ്ചയില്ലാത്തവർക്കും വിഷ്വലി ഇംപെയർഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇങ്ങനത്തെ പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കുകളിൽ അസസ്മെന്റ് കിട്ടുന്ന രീതിയിൽ ഉള്ള മോഡിഫിക്കേഷൻ വരുത്തുക. അതാണ് മരക്കേഷ് ട്രീറ്റി ഓഫ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. ഇന്ത്യ ഇതിന്റെ സിഗ്നേറ്ററി ആണ്. അപ്പോൾ ഇന്ത്യയിൽ വരുന്ന ഇനിയുള്ള എല്ലാ IPR, അതായത് പേറ്റന്റ് വരുന്ന എല്ലാ ഐറ്റംസും വിഷ്വലി ഇംപെയർഡ് ആയിട്ടുള്ള ആൾക്കാരും കൂടെ അക്സസിബിൾ ആയിരിക്കും. അടുത്താണ് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വേൾഡ് WMO. Headquarters Geneva, Switzerland. World Meteorological Organization is a specialized agency of the United Nations dedicated to meteorology, climatology, operational hydrology, and other related geophysical science such as oceanography and atmospheric chemistry. World Meteorological Organization is a specified agency of UN dedicated to weather, climate, water, and other geophysical science such as oceanography and atmospheric chemistry. Coordinating activities of national meteorological and hydrologic services in the member countries. ഇത് coordinating activities of national meteorological and hydrological services in the member countries. Providing a guarantee of publishing the statistics and observation of meteorology and hydrology. World Meteorological Organization also encourages R&D in meteorology and hydrology. Meteorology and hydrology R&D encourage ചെയ്യുക. Predicting the locust storms and transport of various pollutants is another responsibility of World Meteorological Organization. ഇവിടെ ലോക്കസ്റ്റ് ഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുൽച്ചാടി, വലിയ പുൽച്ചാടികളുടെ അതിൻ്റെ അറ്റാക്ക് പ്ലസ് ട്രാൻസ്പോർട്ട്, അതായത് അവരുടെ പെട്ടെന്നുള്ള ഭയങ്കര അറ്റാക്ക് വരുന്നത്, ട്രാൻസ്പോർട്ട് ഓഫ് വേരിയസ് പൊല്യൂട്ടൻസിൻ്റെ ട്രാൻസ്പോർട്ട്, ഇതെല്ലാം വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ പരിധിയിൽ വരുന്നതാണ് പ്രിഡിക്റ്റ് ചെയ്യാന്നുള്ളത്. അടുത്താണ് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ. ഇറ്റ് റെഗുലേറ്റ്സ് ഷിപ്പിംഗ് ആൻഡ് മാറ്റേഴ്സ് റിലേറ്റഡ് ടു ഷിപ്പിംഗ്. അതായത് ഷിപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, നമ്മൾ നേരത്തെ എയർ ട്രാവൽ റിലേറ്റഡ് ആയി സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ പറഞ്ഞു, അതുപോലെ തന്നെ ഷിപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതാണ് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ. 174 മെമ്പേഴ്സ് ആണുള്ളത്. IMO is responsible for safety and security of shipping. കൂടാതെ ഷിപ്പിന്റെ ട്രാവൽ കാരണം ഉണ്ടാകുന്ന പൊല്യൂഷൻസ് കൺട്രോൾ ചെയ്യലും ഇവരുടെ ഫംഗ്ഷനാണ്. ആൻഡ് ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ എ thorough regulatory framework for shipping, looking after the safe and security of ships, administering environmental concerns related to shipping, handling legal matters for maritime cases, provision of technical cooperation, improve overall efficiency of shipping. അടുത്താണ് യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ. ഹെഡ്ക്വാർട്ടേഴ്സ് മാഡ്രിഡ്, സ്പെയിൻ ആണ് വരുന്നത്. പ്രൊമോട്ട് സസ്റ്റൈനബിൾ, റെസ്പോൺസിബിൾ ആൻഡ് യൂണിവേഴ്സലി അക്സസിബിൾ ടൂറിസം. അതായത് ടൂറിസം പ്രൊമോട്ട് ചെയ്യുക. എങ്ങനെയായിരിക്കണം ടൂറിസം? സസ്റ്റൈനബിൾ ആയിരിക്കണം, റെസ്പോൺസിബിൾ ആയിരിക്കണം, യൂണിവേഴ്സലി അക്സസിബിൾ ആയിരിക്കണം. സ്പെഷ്യൽ അറ്റൻഷൻ ടുവേർഡ്സ് ഡെവലപ്മെന്റ് ഓഫ് സസ്റ്റൈനബിൾ ടൂറിസം ഇൻ സ്മോൾ ഐലൻഡ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സ്. സ്മോൾ ഐലൻഡ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സിൽ ടൂറിസം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഫംഗ്ഷൻ. സ്പെഷ്യൽ അറ്റൻഷൻ പ്രൊമോട്ടിംഗ് ദ പൊട്ടൻഷ്യൽ ഓഫ് ടൂറിസം ഇൻ ഫൈറ്റിംഗ് പോവർട്ടി. അതായത് പോവർട്ടിക്കെതിരെ പോരാടാനായിട്ട് ടൂറിസം എന്നുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റഡ് കൊളാബറേറ്റീവ് ആക്ഷൻസ് ഫോർ സസ്റ്റൈനബിൾ ടൂറിസം, എ ടൂറിസം പ്രൊജക്ട് ഇൻ ആഫ്രിക്ക. അതായത് ഇവരുടെ ഒരു പ്രവൃത്തിയുടെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നതാണ്. സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റഡ് കൊളാബറേറ്റീവ് ആക്ഷൻസ് ഫോർ സസ്റ്റൈനബിൾ ടൂറിസം. ആഫ്രിക്കയിലെ ഒരു ടൂറിസം പ്രൊജക്റ്റാണ് അവർ സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. Then work towards mainstreaming tourism on international agenda and tourism sector as a driver of economic and social development. അതായത് ടൂറിസത്തിനെ ഒരു എക്കണോമിക് ഡെവലപ്മെന്റിനുള്ള ഒരു മെയിൻ കോഴ്സായിട്ട് മാറ്റിക്കൊണ്ടുവരിക. ഇംപ്രൂവിംഗ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻ ദ ടൂറിസം ഇൻഡസ്ട്രി വേൾഡ് വൈഡ്. വേൾഡ് ടുവേർഡ്സ് എയ്ഡിങ് എ ടൂറിസം ഇൻഡസ്ട്രി കോൺട്രിബ്യൂട്ട് ടു ഇറാഡിക്കേറ്റ് പോവർട്ടി. അതായത് പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടൂറിസത്തിനെ ഒരു മെയിൻ ഉപാധിയായിട്ട് മാറ്റുക എന്നുള്ളതാണ് യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ഒരു
ലക്ഷ്യം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള UN സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള താലിസ്മാൻ IAS അക്കാദമിയുടെ ടെലഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക.